ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി വളർന്നു എന്നെനിക്ക് തോന്നിയത്. ആദ്യത്തെ 5-ാം വർഷം ആദ്യത്തെ 5-ാം വർഷം ഏതാനും 2-2.5 ലക്ഷം പേര് ഉണ്ടായ ഒരു സംഗമമായിരുന്നു. പക്ഷേ അന്ന് ഇതിൻ്റെ അകത്ത് കൊള്ളാതെ വരുന്ന ആളുകൾ തിരിച്ചു പോവുകയായിരുന്നു. അന്നൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. 2-ാം സംഗമം 10-ാം വർഷമായിരുന്നു. ആ സംഗമം ഏതാനും 1.5-2 ലക്ഷം പേരുടെ സംഗമമാണ് നടന്നത്. അന്നും ബഹുമാനപ്പെട്ട നമ്മുടെ മത അധ്യക്ഷർ, ആർച്ച് ബിഷപ്പുമാർ, നമ്മുടെ കാലം ചെയ്ത ഡാനിയൽ അച്ചാർപറമ്പിൽ ബിഷപ്പിൻ്റെ സമയത്താണ്. ആർക്കും ഒരു കംപ്ലൈൻ്റ് ഇല്ല, ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസമില്ല. ഇപ്പം ഏതാനും ഒരു 1.5-2 മാസം അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വർഷം അടുത്ത് ഒരുപാട് കംപ്ലൈൻറ്റുകളാണ്. എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ മനസ്സിലാവണില്ല. ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയിലെ ഒരു വ്യക്തിക്ക് സാധിക്കില്ല. കാരണം അത്ര കൃത്യനിഷ്ഠയോടുകൂടി ഈശ്വരവിശ്വാസത്തോടുകൂടി നടക്കുന്നൊരു പ്രസ്ഥാനം. സഭയ്ക്കും സമുദായത്തിനും ഒന്നിച്ച് കൊണ്ടുപോകത്തക്ക രീതിയിലാണ് ഈ പ്രസ്ഥാനം കൊണ്ടുപോകുന്നത്. രാഷ്ട്രീയക്കാർക്കോ മറ്റു മതസ്ഥർക്കോ ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിലാണ് ഈ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി ഇന്ന് വരെ പോയിട്ടുള്ളത്. എന്നാൽ പൂഞ്ഞാറ് ഭാഗത്ത് PC ജോർജ് പറയണത് ചീഫ് മിനിസ്റ്റർ പോകരുത് ഈ പ്രസ്ഥാനത്തിൽ, ഇത് ഭീകരരാണ്. അതുപോലെ വണ്ണപ്പുറത്താണെങ്കിൽ തോമസ് പറഞ്ഞത് അത് പാടില്ല, നമ്മുടെ KV തോമസ് മാസ്റ്ററിനോട് വരെ ഡയറക്റ്റ് പറഞ്ഞാണ് ഈ പ്രസ്ഥാനത്തിൽ പോകരുത്. ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ 10 വർഷം അതുകൊണ്ട് പ്രസ്ഥാനം വളർന്നിട്ടില്ല, ഈ 15-ാം വർഷമാണ് പ്രസ്ഥാനം വളർന്നു എന്ന് തോന്നി. ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായ ബാലാരിഷ്ടം എന്ന് പറയുന്നത് ഭയങ്കര ദയനീയവും ഭയാനകവുമായിരുന്നു. ഒരു സൈഡിൽ നിന്ന് രാഷ്ട്രീയക്കാരുടെ ബുദ്ധിമുട്ട്, മറുവശത്തുനിന്ന് സഭയുടെ ബുദ്ധിമുട്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും തരണം ചെയ്താണ് ആദ്യത്തെ 5 വർഷം കഴിഞ്ഞു പോകുന്നത്. 10-ാം വർഷം വന്നപ്പോഴും വലിയ പ്രശ്നമില്ലാണ്ടൊക്കെ പോയി. 10-ാം വർഷം സഭ നമ്മൾ അംഗീകരിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6-7 വർഷം കഴിഞ്ഞപ്പോൾ സഭ അംഗീകരിച്ചു. KRLCC, നമ്മുടെ മദർ വെസലായ KRLCCയിൽ നമ്മളെ പങ്കാളിയാക്കി. ഇങ്ങനെയെല്ലാം പ്രസ്ഥാനം നല്ല വളർന്നു പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് കാര്യവും ഈശ്വരവിശ്വാസത്തോടുകൂടിയും കഠിനാധ്വാനത്തോടുകൂടിയും നടത്തുകയാണെങ്കിൽ നമ്മൾക്ക് ലക്ഷ്യം കാണാൻ പറ്റും എന്ന് സ്വാഗതപ്രാസംഗികൻ പറയുകയുണ്ടായി. 15 വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഈ നിലയിൽ വന്നത്. അദ്ദേഹം പറയുമ്പോൾ എനിക്ക് അവിടെ ഇരുന്നിട്ട് ചാരിതാർത്ഥ്യം തോന്നി. ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയിലെ ആദ്യ കാലഘട്ടത്തിലുണ്ടായ ഹൈക്കമാൻഡ് അംഗങ്ങൾ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട്. അതിനുശേഷം കുറേ ആളുകൾ ബിസിനസ് സംബന്ധമായിട്ട് പിരിഞ്ഞുപോയി, കുറേ ആളുകൾ ആശയപരമായി പിരിഞ്ഞുപോയി. എന്നാലും പ്രസ്ഥാനത്തിനൊരു കോട്ടവും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ ഇടക്കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് കാരണന്മാർക്ക് മക്കളെ ശിക്ഷിക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക്, അച്ഛനെയും അമ്മയെയും നോക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം പ്രസ്ഥാനം തുടങ്ങിയ കാലം മുതൽ ഞാൻ പറയുന്നതാണ്, ഹൈക്കമാൻഡിന്റെ അനുവാദത്തോടുകൂടി കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഒരു വ്യക്തി